ഹായ് ഹലോ. ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം എൻ്റെ ഈ വീഡിയോ കാണാനായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തല്ലോ. അപ്പോൾ ആ നല്ല മനസ്സിന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ കക്കച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോർമൽ റൈസ് വെച്ചാണ് ഞാൻ കക്കച്ചോറ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് വന്നിട്ടുള്ളത്. ഈ ഒരു കപ്പിലാണ് ഞാൻ റൈസ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു 1.25 കപ്പോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവനാണ് താരം കക്ക. നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. സവോളയും തക്കാളിയും ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ ഏലക്കായയും ഗ്രാമ്പും ഇട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ ഈ ഒരു ക്രഷ് ചെയ്ത സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. ശേഷം ഞാൻ അതിലേക്ക് സവോള ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത്. ശേഷം തക്കാളി ഇട്ടു. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് വഴന്ന് വരുന്നവരെ മിക്സ് ചെയ്യണം. ഉപ്പിട്ടിട്ടില്ല. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അതിനുശേഷം അതാണ് മസാലാസ് എടുത്തിട്ടുള്ളത്. ഈ മസാലകളൊക്കെ നമ്മളൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് വീണ്ടും വഴറ്റുകയാണ്. പിന്നെ നമ്മുടെ കക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കക്ക നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയായിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡായി കിട്ടണം. അതിനുശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് കഴുകി വെച്ച അരി എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അരിയും ഇതും മിക്സ് ചെയ്തു. വെള്ളം വെച്ചിട്ടുള്ളത് അരി കുതിർന്ന് കിടക്കുന്നതിൻ്റെയും കുറച്ച് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് വേവാണ്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. അരി നോർമൽ റൈസാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു. എനിക്ക് കൂടുതൽ ഡെക്കറേഷൻ ഉള്ളൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കഴിക്കുക ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.